അതെ, എനിക്ക് ഈയിടെയായിട്ട് വീട്ടിലിരിക്കാൻ പറ്റുന്നില്ല. അതെന്താ കത്രീന? അതെന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ എനിക്ക് അച്ഛൻ്റെ മുഖം ഇടയ്ക്കിടയ്ക്ക് പ്രത്യക്ഷപ്പെടുന്ന പോലെ തോന്നും. நம்ம எங்க இருக்கோம்னு தேடி கண்டுபிடிச்சு வந்து உங்களுக்குறாங்களையா. കത്രീനയുടെ അടുത്ത് ഞാൻ പല പ്രാവശ്യം വാണിംഗ് തന്നിട്ടുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ കത്രീനയ്ക്ക്? ആ തോന്നൽ നല്ലതല്ലാന്ന് എനിക്കറിയാം അച്ചോ. നല്ല കാര്യം. പക്ഷെ ഈ മനസ്സെന്ന് പറയുന്നത് ഒരു കാട്ടുകുതിര പോലെയാണെന്നാണല്ലോ വെപ്പ്. ഞാൻ പിടിച്ചിട്ട് എൻ്റെ മനസ്സങ്ങോട്ട് നിൽക്കുന്നില്ല. അച്ഛന് ഞാൻ പറയുന്നത് മനസ്സിലായി. இப்பதான் உன்னை சரியா புரிஞ்சுக்கிட்டேன். நீ தப்பானவன். இல்ல நீ தப்பானவன் தான். അച്ഛൻ ഇപ്പോഴും എൻ്റെ ഫീലിങ്സ് കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. അച്ഛൻ ഇപ്പോഴും എൻ്റെ മുന്നിൽ പുറംതിരിഞ്ഞ് നിൽക്കുകയാണ്. അതെ, എനിക്ക് മനസ്സിലാകുന്നില്ല. അത് ഞാൻ കൂടുതലും മനസ്സിലാക്കിയാണ്ടല്ലോ, എൻ്റെ ഈ ലോഹ്യം ഉണ്ടല്ലോ അത് ഊരി കാക്കേനെ ഓടിക്കാൻ എൻ്റെ വീട്ടുമുറ്റത്ത് ഞാൻ ഇത് വിരിക്കേണ്ടി വരും. നിനക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അച്ഛൻ്റെ ഹ്യൂമർ സെൻസ് ആണ് എന്നെ വീഴ്ത്തിയത്. കത്രീന, ഇതൊരു കുമ്പസാര കൂടാണ്, പാൽ കോളേജ് അല്ല. ഇവിടെ സംസാരിക്കുമ്പോൾ കുറച്ച് മര്യാദ കാണിക്കണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ കുറച്ച് അച്ചടക്കം അത് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. മനസ്സിലായോ? അച്ചോ, എന്നെ കൊണ്ട് പറ്റണ്ടേ അച്ചോ? അച്ഛനെ കാണുമ്പോൾ അപ്പം എൻ്റെ കൺട്രോളൂ. അച്ഛൻ്റെ പാട്ട് കുർബാന കേൾക്കുമ്പോഴേ എനിക്ക് യേശുദാസിൻ്റെ ഗാനമേള പോലെയാണ് തോന്നാറ്. ஆனா ஒண்ணுடா, உன்ன மாதிரி ஆளுங்க தாண்டா என்ன மாதிரி அப்பாவிங்களாம் பிரெயின் வாஷ் பண்ணி மனித வெடிகுண்டா மாத்தி விடுறீங்க.